In this video, we are going to discuss about the momentum-energy relation in relativity. അപ്പം നമ്മൾ എനർജി ആൻഡ് മൊമെൻറ്റത്തിനുള്ള അത് തമ്മിലുള്ള റിലേഷനുള്ള എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വി ഓൾറെഡി നോ ദാറ്റ് മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. നമുക്കറിയാവുന്നതാണ്. ആൻഡ് എക്സ്പ്രഷൻ ഫോർ എനർജി ഇൻ റിലേറ്റിവിറ്റി ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ, അതും നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇയും പിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഈ മൊമെന്റം എനർജി റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി നോ ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ മൂവിംഗ് മാസ് ആൻഡ് റെസ്റ്റ് മാസ്, ദ ഒബ്സർവ്ഡ് മാസ് ആൻഡ് റെസ്റ്റ് മാസ് ഈസ് എം ഈക്വൽ ടു എം സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് മാസ് തമ്മിലുള്ള റിലേഷൻ. ഇനി നമ്മൾ രണ്ട് എൻഡും സ്ക്വയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് എം സ്ക്വയർ ഈക്വൽ ടു എം സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഇൻറ്റു എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സീറോ സ്ക്വയർ. ഇവിടെ നമ്മൾ എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. Then we have c square minus v square the whole divided by c square is into m square is equal to m0 square. ഇനി ഈ c സ്ക്വയറിനെ ആർച്ചസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. Therefore we have m square c square minus m square v square is equal to m0 square c square. ഇനി നമ്മൾ എം സ്ക്വയർ സി സ്ക്വയറിനെ ഒരു സൈഡിൽ വെക്കുന്നു, ഇയാളെ വലത്തോട്ട് എടുക്കുന്നു. അപ്പോൾ വി ഹാവ് എം സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയർ പ്ലസ് എം സീറോ സ്ക്വയർ സി സ്ക്വയർ. നമ്മൾ ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വി ഹാവ് എം സ്ക്വയർ സി റേസ് ടു 4 ഈസ് ഈക്വൽ ടു എം സ്ക്വയർ സി സ്ക്വയർ വി സ്ക്വയർ പ്ലസ് എം സീറോ സ്ക്വയർ സി റേസ് ടു 4 എന്ന് പറയുന്നു. We know that E is equal to mc square, which means E square is equal to m square c raised to 4. അപ്പോൾ m square c raised to 4 എന്ന് പറയുന്നത് is equal to E square, which is equal to ഇതിൽ രണ്ട് ടേംസ് ഉണ്ട്, m square and v square. We know that P is equal to mv and P square is equal to m square v square. അപ്പോൾ ഇവിടെ എന്താവും, ഈ m square v square എന്ന് പറയുന്നത് p square ആവും and remaining is c square plus m0 square c raised to 4. ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ എനർജി ഇ ഇസ് ഈക്വൽ ടു രണ്ട് എൻഡിൽ നമ്മൾ റൂട്ട് എടുക്കുന്നു, റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സീറോ സ്ക്വയർ സി റേസ് ടു 4. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി ആൻഡ് മൊമെൻറ്റം ഫോർ എ പാർട്ടിക്കിൾ ഇൻ റിലേറ്റിവിറ്റി മൂവിംഗ് വിത്ത് എ വെലോസിറ്റി വി ആൻഡ് റെസ്റ്റ് മാസ് m0. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്. നമുക്ക് സ്പെഷ്യൽ കേസ് പഠിക്കാനുള്ളത് ഫോട്ടോൺ ആണ്. ഫോട്ടോൺ ഈസ് ദി ക്വാണ്ട ഓഫ് ലൈറ്റ്. ഫോട്ടോൺ ഫോട്ടോണിൻ്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം ദ റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ. ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് m0 ഇസ് ഈക്വൽ ടു 0. അതായത് ഈ എനർജി എക്സ്പ്രഷനിലെ m0 എന്ന് പറയുന്ന ടേം ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു സി ഫോർ എ ഫോട്ടോൺ. അപ്പോൾ നമ്മൾ ഫോട്ടോണിൻ്റെ കേസ് എടുക്കുമ്പം ഫോട്ടോണിൻ്റെ എനർജി എന്താണ്? ദ എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു പി സി ആൻഡ് വി ഓൾറെഡി നോ ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആൻഡ് പി ഈസ് ഈക്വൽ ടു എം വി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേരം എം സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം വി സി, എമ്മും എമ്മും പോവും, ഒരു സിയും പോകും. വി ഹാവ് സി ഈസ് ഈക്വൽ ടു വി, or the velocity with which the photon is moving is given as c. c വെലോസിറ്റിയിലാണ് ഫോട്ടോൺ മൂവ് ചെയ്യുക. ഒരു ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ്, അതായത് റെസ്റ്റ് മാസ് 0 ആണെന്ന് പറയുന്നേരം എ ഫോട്ടോൺ നെവർ റിമെയിൻസ് ഇൻ റെസ്റ്റ്. ഫോട്ടോൺ ഓൾവേസ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു c. ഇനി ഫോട്ടോണിൻ്റെ മാസ് ഇക്വലൻ്റ് കാണണമെന്ന് വെക്കാം. വി നോ ദാറ്റ് E ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. റിലേറ്റിവിറ്റിയിലെ കൺസെപ്റ്റാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ വി നോ ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്താൽ എം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ, ദെൻ എം ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. സോ ഈ രീതിയിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വലന്റ് മാസ് ഓഫ് ദി ഫോട്ടോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.